നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വിപിൻ ദാസ് സംവിധാനം ചെയ്ത, ദീപു പ്രദീപ് തിരക്കഥ എഴുതിയ രചിച്ച, സുപ്രിയ മേനോനും മേത്തയും മുകേഷ് ആർ മേത്തയും ഒക്കെ ചേർന്ന് നിർമ്മിച്ച ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. ഗുരുവായൂർ അമ്പലനടയിൽ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് നീരജ് രവിയാണ്. ഛായാഗ്രഹണത്തെപ്പറ്റി നമ്മൾ പല സിനിമകളുടെ ഛായാഗ്രഹണത്തെപ്പറ്റി ഒക്കെ സംസാരിച്ചപ്പോഴൊക്കെ ആധുനികരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള സംവിധായകരുടെ സിനിമകളിൽ പോലും കണ്ണിന് അലോരസമുണ്ടാക്കുന്ന രീതിയിലുള്ള ഛായാഗ്രഹണമാണ് കണ്ടു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ, ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ, കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ, കണ്ട് ആസ്വദിക്കാവുന്ന രീതിയിൽ ഉള്ള ഛായാഗ്രഹണമാണ് ഇവിടെ നീരജ് രവി നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ജോൺ കുട്ടിയാണ്. മ്യൂസിക് അങ്കിത് മേനോനാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ അങ്കിത് മേനോൻ്റെ മ്യൂസിക്കിനെ പറ്റി ഒരു കാര്യം പറയുകയാണെങ്കിൽ, അവിടെ ആ ഭാഗത്ത് മാത്രമാണ് സംവിധായകൻ്റെ ശ്രദ്ധ പാളിപ്പോയത് എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. കാരണം ആദ്യം മുതൽ അവസാനം വരെ, അല്ലെങ്കിൽ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്തോ റെക്കോർഡ് ഇട്ട് പ്ലേ ചെയ്ത പോലെയാണ് മ്യൂസിക് പോയിക്കൊണ്ടിരുന്നത്. ആദിമധ്യാന്തം മ്യൂസിക്കാണ്. അത് ഒരു സിനിമയെ സംബന്ധിച്ച്, ഒരു കലയെ സംബന്ധിച്ച് ആദിമധ്യാന്തം ഒരേ കാര്യം തന്നെ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തല്ലുമാല എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ആദ്യം മുതൽ അവസാനം വരെ തല്ലിക്കൊണ്ടിരുന്നാൽ എന്താണ് ഒരു രസമുള്ളത്? കയറി ഇറങ്ങി പോകണം, അവരോഹണത്തിലൂടെ പോകണം. സിനിമ ആയാലും എന്ത് കലയായാലും ഏത് കലയായാലും മ്യൂസിക്കിന് പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഭാവത്തിൽ ഒരു മ്യൂസിക് പോകുന്ന സമയത്ത് ആ ഭാവം അവസാനിച്ച് മറ്റൊരു ഭാവത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അത് നിർത്തി മറ്റൊന്നിലേക്ക് പോകണം. അവിടെ നിശബ്ദതയാണ് വേണ്ടതെങ്കിൽ അവിടെ നിശബ്ദത വേണം. ഇതൊക്കെ ഔചിത്യ ബോധമുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ സിനിമ ആദിമധ്യാന്തം നന്നായി വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് സംവിധായകൻ. തിരക്കഥയ്ക്ക് ഉപരിയായിട്ട് ഈ സിനിമയിൽ സംവിധായകൻ്റെ കഴിവാണ് മികച്ചു നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ആധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമകളുടെ ശൈലിയിലുള്ള സിനിമയാണ് എങ്കിൽ പോലും ഈ സിനിമ കണ്ടിരിക്കാവുന്ന, ആദിമധ്യാന്തം കണ്ടിരിക്കാവുന്ന നല്ലൊരു എൻ്റർടൈനറായിട്ടുള്ള, ആദ്യമേ തന്നെ അങ്ങോട്ട് പറയുകയാണ്, നല്ലൊരു എൻ്റർടൈനറായിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പൃഥ്വിരാജ് സുകുമാരൻ, അനന്തേട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബേസിൽ ജോസഫ്, വിനു രാമചന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ സിനിമ. അഞ്ജലിയായിട്ട് വരുന്നത് അനശ്വര രാജനാണ്. വന്ന് ആ ഒരു ചെറിയ കാര്യമാണ് ഉള്ളതെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള അതാണ്, ചെറിയ രീതിയല്ല, പക്ഷേ ഒരു നല്ലൊരു പ്രസൻസ് കാഴ്ചവെക്കാനായിട്ട് അനശ്വര രാജന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിഖില വിമലാണ് ഇതിൽ മറ്റൊരു വേഷം അവതരിപ്പിക്കുന്നത്. പാർവതിയുടെ വേഷം അവതരിപ്പിക്കുന്ന നിഖില വിമലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് സംവിധായകൻ ആദിമധ്യാന്തം ഈ സിനിമയെ അച്ചടക്കത്തോടു കൂടി തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സിനിമ ആദിമധ്യാന്തം ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരേ ഒരു തെറ്റ് എന്ന് പറയുന്നത് മ്യൂസിക് മാത്രമാണ്. ആദിമധ്യാന്തം കേൾപ്പിക്കപ്പെടുന്നു. സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി മ്യൂസിക്കിനെ കൈകാര്യം ചെയ്യാനായിട്ട് മ്യൂസിക് ഡയറക്ടർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ ആണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയുവാനുള്ള ഒരു കാര്യം. ഇനി ഇതിൻ്റെ ഈ കഥാതന്തുവിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഥ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്.
പക്ഷേ നമ്മൾ സിനിമ ആസ്വദിക്കുന്നത് കഥ മാത്രമല്ല, പക്ഷെ കഥ പറയാതെ എങ്ങനെയാണ് സിനിമയെക്കുറിച്ച്, ആ സിനിമയുടെ ഇതിവൃത്തത്തെക്കുറിച്ച് പറയാതെ എങ്ങനെയാണ് ആ സിനിമയെപ്പറ്റി നമ്മളൊരു ആസ്വാദനം ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? കഥകളിലൂടെയാണ്, കഥാപാത്രങ്ങളിലൂടെയാണ്, കഥാസന്ദർഭങ്ങളിലൂടെയാണ് സിനിമ എന്ന കലയും കടന്നു പോകുന്നത്. അല്ലാതെയുള്ള ഡോക്യുമെൻ്ററികളൊക്കെ ഉണ്ട്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഫീച്ചർ സിനിമകളെക്കുറിച്ചാണ്, കഥ പറയുന്ന സിനിമകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലെ കഥാതന്തുവെങ്കിലും പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. കഥാപാത്രങ്ങളിലൂടെ, ഈ സിനിമയുടെ കഥാപാത്രങ്ങളിലൂടെ ഞാനത് പറയുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അനന്തേട്ടൻ എന്ന് പറയുന്ന അനന്തൻ എന്ന ഈ കഥാപാത്രം, പൃഥ്വിരാജിൻ്റെ ഈ കഥാപാത്രം ഒരു ചൊടിപ്പൻ, ഒരു എപ്പോഴും ഒരു ചുറുചുറുക്കുള്ള ഒരു കഥാപാത്രമാണ് എന്നതിനുപരി അയാൾക്ക് ഒരു മുൻകോപക്കാരൻ കൂടിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വാക്കിന് അയാൾ അടിക്കും. അയാൾ തൻ്റെ മുന്നിലിരിക്കുന്ന ആളെ അടിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള അവസ്ഥയിലാണ് ആ കാര്യങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, സിനിമ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ അനന്തൻ്റെ പെങ്ങൾ അഞ്ജലിയെ കൊണ്ട് കെട്ടിക്കാനായിട്ട്, വിവാഹം ചെയ്യിപ്പിക്കുവാനായിട്ട് വിനുവിനെ കൊണ്ട്, വിനു ഒരു വലിയ CEO ആണ്. CEO എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഏറ്റവും മുതിർന്ന ഓഫീസിലിരിക്കുന്ന ഒരാളാണ്. ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന വിനു. ഈ വിനുവിനെ കൊണ്ട്, വിനുവിൻ്റെ ആത്മാർത്ഥത കണ്ടിട്ടൊക്കെയാണ്, കാരണം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, പാർവതി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ ഇയാൾ സ്നേഹിച്ചു. ആ സ്നേഹം അതിഗഹനമായിരുന്നു. അതുകൊണ്ടാണ് അവൾ തന്നെ വിട്ടുപോയപ്പോൾ, അവൾ തന്നെ തേച്ചിട്ട് പോയപ്പോൾ, ആധുനികരുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് പറയുവാനായിട്ട് തോന്നുന്നത്. അപ്പോൾ തേച്ചിട്ട് പോയ ആ പെൺകുട്ടിയെ ഓർത്ത് ഇപ്പോഴും അയാളിങ്ങനെ വിഷണ്ണനായി. 5 വർഷം കഴിഞ്ഞു പോയി. ഈ 5 വർഷം അനന്തേട്ടൻ അഞ്ജലിയെ ഇയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുവാനായിട്ട് മുന്നോട്ട് വന്നില്ലായിരുന്നു എങ്കിൽ ഇയാൾ വീണ്ടും അത് 10 വർഷത്തേക്ക് പോയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. രസകരമായിട്ടുള്ള സംഭാഷണങ്ങളും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. ആസ്വാദകർക്ക്, സിനിമ പ്രേക്ഷകർക്ക് നല്ലൊരു എൻ്റർടൈനറാണ് ഈ സിനിമ. അങ്ങനെ ഇയാൾ നാട്ടിലേക്ക് വരുന്നു. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വിവാഹം കഴിക്കാനായിട്ട് വരുന്ന സമയത്താണ് അനന്തേട്ടൻ ഇയാളെ വിളിച്ചു കൊണ്ടുപോയി തൻ്റെ വീട്ടിൽ. അപ്പോൾ ഈ അനന്തൻ്റെ പിരിഞ്ഞുപോയ ഭാര്യ പാർവതീനെ, ഈ പാർവതി തന്നെയാണ് ആ പാർവതി എന്ന് അപ്പോഴൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത്, അനന്തൻ്റെ വീട്ടിൽ വെച്ച് അവർ മദ്യപിച്ചിരിക്കുന്ന സമയത്ത് കണ്ടുമുട്ടുന്ന സമയത്ത് ഇവളെ കാണുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഒരു സാരിയൊക്കെ ഇയാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ആ പാർവതി തന്നെയാണ് ഈ പാർവതി എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇയാൾ ആ വിവാഹത്തിൽ നിന്നും, അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന അഞ്ജലി എന്ന കഥാപാത്രത്തുമായിട്ടുള്ള ആ വിവാഹ ബന്ധത്തിൽ നിന്നും മാറാനായിട്ട് അയാൾ എത്തിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളാണ്. അയാളുടെ സുഹൃത്തുക്കളെ ഒക്കെ ഉപയോഗിച്ച് കല്യാണം മുടക്കാനായിട്ട് ശ്രമിക്കുന്നു. അതും ഇതൊക്കെ ആയിട്ട് ക്ലബ്ബാവുന്നു. വേറൊരാൾ, ഇവർ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരാളുടെ കല്യാണം, അവരുടെ സുഹൃത്തിൻ്റെ ഒരു കല്യാണം, പാലിൽ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് കല്യാണം മുടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അയാൾ പ്രതികാരം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇവരോട് പ്രതികാരം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആ ആൾ, അതൊരു വലിയ സസ്പെൻസും ഒരു രസകരമായിട്ടുള്ളൊരു കാര്യവുമാണ് ഈ സിനിമയിൽ സംഭവിക്കുന്നത്. അയാൾ ഉദ്ദേശിച്ചത് പാർവതി ഇവരുമായിട്ടുള്ള, വിനുവായിട്ടുള്ള വിവാഹമായിരിക്കും, അതുകൊണ്ടാണ് അയാൾ മുടക്കാൻ വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ഉപകഥകളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന അനന്തൻ്റെ 2 അമ്മാവന്മാർ, രമേഷ് കോട്ടയമാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത അമ്മാവനായിട്ട് വരുന്നത്. ഈ 2 അമ്മാവന്മാർക്കും ഇർഷാദാണ് ചെറിയ അമ്മാവനായിട്ട് വരുന്നത്. ഇവർ 2 അമ്മാവന്മാർക്കും ജഗദീഷിൻ്റെ കഥാപാത്രമായിട്ടുള്ള സുദർശന, ജഗദീഷിൻ്റെ കഥാപാത്രത്തിൻ്റെ മകനാണ് അനന്തൻ എന്ന് പറയുന്ന ഈ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം. ആ വീട് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ അമ്മാവന്മാർ. അങ്ങനെ ഈ അമ്മാവന്മാരുടെ കൂടെ കൂടി ഈ വിവാഹം മുടക്കാൻ വേണ്ടി, തൻ്റെ കൂടെയുള്ള തൻ്റെ ഭാര്യയാണ് അവൻ്റെ പഴയ കാമുകി എന്നൊക്കെ അറിഞ്ഞോടുകൂടി എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാൻ വേണ്ടി പൃഥ്വിരാജിൻ്റെ കഥാപാത്രവും ശ്രമിക്കുന്നു. ആദ്യം അവർ തമ്മിലുണ്ടായ ബന്ധത്തിനൊക്കെ വിള്ളൽ വീഴുകയും അത് തകർന്നു തരിപ്പണമാവുകയും, അത് നല്ല രസകരമായിട്ടുള്ള സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അതാണ് പ്രേക്ഷകർക്ക് ആവശ്യവും അത് തന്നെയാണ്. കാരണം സംഘർഷമുണ്ടെങ്കിലാണ്, ഒരു റോഡിലൂടെ ഒരു ചക്രം വെറുതെ അങ്ങനെ അങ്ങോട്ട് ഉരുളുകയില്ല. അതിന് സംഘർഷമുണ്ടെങ്കിൽ മാത്രമാണ്. ആ പ്രകൃതിയുടെ, ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാവം തന്നെയാണ് സംഘർഷം എന്ന് പറയുന്നത്. ആ സംഘർഷത്തെ ആവിഷ്കരിക്കുമ്പോഴാണ് കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നത്. കഥാപാത്രങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കഥാപാത്ര സംഘടനകൾ ഉണ്ടാകുന്നത്. കഥാപാത്ര സംഘടനകൾ ഉണ്ടാകുമ്പോഴാണ് കഥ
ചടുലമായി വരുന്നത്, ആർജവത്തോടു കൂടി വരുന്നത് അപ്പോൾ മാത്രമായിരിക്കും. അത് മാത്രമാണ് ആസ്വാദനം നൽകുന്ന ഒരേ ഒരു കാര്യം. പിന്നെ അതിനെ പൊലിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഡെക്കറേഷൻസൊക്കെ മ്യൂസിക്കിൻ്റെയും ഛായാഗ്രഹണത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതി. അത്രയും മതി പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമായിട്ടുള്ള കാര്യങ്ങൾ നൽകുവാനായിട്ട്. അത്രയും മതി. അത്രയും ആ 2.5 മണിക്കൂർ തിയേറ്ററിലിരുന്ന് മനുഷ്യൻ ഒന്ന് ചിരിച്ചോട്ടെ, ഒന്ന് രസിച്ചോട്ടെ, ഒന്ന് സന്തോഷത്തോടു കൂടി സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോട്ടെ. അത് മാത്രം മതി. നിങ്ങൾ ആധുനികപരമായിട്ട് ചെയ്യുക, അല്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് മനുഷ്യന് ആസ്വദിക്കാവുന്ന, ആസ്വാദകന് ആസ്വദിക്കാവുന്ന സംഗതിയായിട്ട് മാറണം. അത് ഈ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് ഈ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതാണ് വേണ്ടത്. അവസാന രംഗത്തേക്ക് വരുന്ന സമയത്ത് സംഘർഷം മൂത്ത് അവസാനം ഇവർ തമ്മിൽ ഈ പാർവതി ആ പാർവതി തന്നെയാണ് ഈ പാർവതി എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കിയ കാര്യവും അഞ്ജലിയുമായിട്ട് പിരിഞ്ഞു പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന വിനു പിരിഞ്ഞു പോകാതിരിക്കാനും അവളെ തന്നെ കെട്ടുവാനും ഒക്കെ തയ്യാറായിട്ട് വരികയും ഒക്കെ ഉള്ള രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവസാനം ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചാണ് അവരുടെ വിവാഹം നടക്കാൻ പോകുന്നത്. അതിനെ മുടക്കാൻ വേണ്ടി അമ്മാവന്മാരും ഇവർ തന്നെ മുടക്കാൻ വേണ്ടി അയച്ച ആളുകളും ഒക്കെ വന്ന് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും നമ്മൾ ഗോഡ് ഫാദറിലൊക്കെ കണ്ട പോലെ അവസാന നിമിഷത്തിൽ താലി പിടിച്ചുകൊണ്ട് പോവും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ യാതൊരു തരത്തിലുള്ള ആവർത്തനമായിട്ട് നമുക്ക് തോന്നില്ല. നല്ല ഒരു സംഗതി തന്നെയായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു ഡ്രോൺ പോകുന്നുണ്ട്, ക്യാമറ ഉള്ള ഹെലികാം. ഈ ഹെലികാമിലാണ് ഇവർ എറിയുന്ന ഈ താലിമാല ചെന്ന് വീഴുന്നത്. ഈ ഹെലികാം അങ്ങനെ ഇവരുടെ അടുത്തേക്ക് വരികയും ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകൃഷ്ണനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ അരവിന്ദൻ, നന്ദനം എന്ന സിനിമയിൽ വന്ന അരവിന്ദൻ, കൃഷ്ണനായിട്ട് വന്ന അരവിന്ദൻ തന്നെയാണ് ഇവിടെയും കൃഷ്ണനായിട്ടൊക്കെ വരുന്നത് എന്നൊക്കെ പറയുന്നില്ലെങ്കിലും അതെല്ലാം ധ്വനി പ്രധാനമാണ്. അതാണ് രസം എന്ന് പറയുന്നത്. രസത്തെ ഉളവാക്കുന്നത് ധ്വനിയാണ്. രസത്തെ ഉളവാക്കുന്നത് അത് നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവസാനം പൃഥ്വിരാജിൻ്റെ കഥാപാത്രം അനന്തൻ പറയുന്നുണ്ട്. അനന്തൻ ഈ ഹെലികാമിലേക്ക് നോക്കി പറയുന്നുണ്ട്, ഞാനേ കണ്ടുള്ളൂ. രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായി മാറുന്നതിന് പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ പറ്റി എനിക്ക് കിട്ടിയ ആസ്വാദനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും നിങ്ങളുടെ ആ ഒരു എല്ലാവർക്കും ഒരു സന്തോഷവും സുഖവും എല്ലാം ഉണ്ടാകട്ടെ. അതിന് കലാസൃഷ്ടികൾ ഉപകരിക്കട്ടെ. എത്ര വയലൻസ്, എത്രയോ സിനിമകളുണ്ട്. വെറുതെ വയലൻസ്, ഒരു കാര്യവുമില്ലാതെ ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന വയലൻസിൻ്റെ ഒക്കെ പ്രചോദനം എന്ന് പറയുന്നത് സിനിമകളിലെ വയലൻസ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ കൊലയാളി ആയോ ഇല്ലയോ, ഒരു സിനിമ കണ്ടിട്ട് 1000 പേര് കൊലയാളികളാണ്, ഒരാളെങ്കിലും ആവുന്നുണ്ടല്ലോ. ഒരു കൊലപാതകം നടന്നതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് അന്വേഷിച്ച് പോയപ്പോൾ അഞ്ചാം പാതിര എന്ന സിനിമ കണ്ടിട്ട് ആ സിനിമയിൽ എങ്ങനെയാണ് കൊല നടത്തിയത് എന്നുള്ളത് കണ്ടിട്ട് എങ്ങനെയാണ് പ്രതികാരം ചെയ്തത് എന്ന് ഈ കുറ്റവാളി സമ്മതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, എല്ലാവർക്കും നന്മ വരാനായിട്ടുള്ള നല്ല രീതിയിലുള്ള ആസ്വാദനം. നിങ്ങൾ കൊല നടത്തുന്നത് കാണിച്ചോ, പക്ഷേ അത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും മനുഷ്യ മനസ്സിനെ കീറി മുറിച്ച് രോഗാതുരമാക്കുന്ന രീതിയിലൊന്നും വരാൻ പാടില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. രസകരമായ ഈ സിനിമ എന്ന് മാത്രമാണ് ഈ സിനിമ ആദിമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമ, ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ, നല്ലൊരു എൻ്റർടൈനർ എന്നുള്ള നിലയിൽ ഏറ്റവും മനോഹരമായിട്ട് കണ്ടിരിക്കാവുന്ന, നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ഈ സിനിമ.